ഇവാട്ടോറിയം കമ്പനിയെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടി വന്ന കമ്പനിയല്ല. 2008 ഒരു എക്സ്പോർട്ടിംഗ് കമ്പനിയായിട്ട് പ്രവർത്തനം ആരംഭിച്ചതാണ്. കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറുടെ പേര് സാഗർ ജോഷി എന്നാണ്. അദ്ദേഹം ഗുജറാത്തിയാണ്. അപ്പൊ വരാൻ പോകുന്ന സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹം 2008 മുമ്പ് തന്നെ മാഗ്നൻ തെറാപ്പിയിൽ ഡോക്ടറേറ്റ് എടുത്ത ആളാണ്. നാനോ ടെക്നോളജിയിൽ ഡോക്ടറേറ്റ് എടുത്ത ആളാണ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. ലോകത്തിലുള്ള 2500 മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികൾക്ക് വേണ്ടി സോഫ്റ്റ്വെയർ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ആളാണ്. അപ്പൊ അദ്ദേഹം 2008 ആരംഭിച്ച കമ്പനിയാണ്, ഒരു എക്സ്പോർട്ടിംഗ് കമ്പനിയാണ് ഇവാട്ടോറിയം. മേക്കിംഗ് ഇന്ത്യയുടെ ഭാഗമായിട്ട് ആരംഭിച്ച പ്രസ്ഥാനമാണ്. അന്നത് ആരംഭിക്കുന്ന സമയത്ത് 15,000 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ഓഫീസ് അവർക്ക് ഉണ്ടായിരുന്നുള്ളു. ഏതാണ്ട് 12 വർഷത്തോളം വിദേശ രാജ്യങ്ങളിലേക്ക് ഉൽപ്പന്നങ്ങൾ എക്സ്പോർട്ട് ചെയ്ത് ഡോളർ സമ്പാദിക്കുന്ന ഒരു കമ്പനി. കാരണം ഉൽപ്പന്നങ്ങൾ ഗുണമേന്മയുള്ളതായിരിക്കണം, ലോകരാഷ്ട്രങ്ങൾക്ക് ആവശ്യമുള്ളതായിരിക്കണം, അത്യാവശ്യമുള്ളതായിരിക്കണം. ഒരുപാട് പരിശോധനകൾക്ക് ശേഷം മാത്രമേ അവരുടെ രാജ്യങ്ങളിലെ പൗരന്മാർക്ക് ഈ ഉൽപ്പന്നം അവിടെ വിതരണം ചെയ്യാനായിട്ട് കമ്പനി അനുവദിക്കുള്ളൂ. പ്രത്യേകിച്ച് ഈ ഉൽപ്പന്നത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് തെറാപ്പിയുടെ ഭാഗമായ ഉൽപ്പന്നങ്ങളാണ്. അപ്പൊ മാഗ്നറ്റിക് തെറാപ്പി എന്ന് പറഞ്ഞാൽ ലോകത്ത് പുരാതന കാലം തുടങ്ങി നിലവിലുള്ള ഒരു ചികിത്സാ സമ്പ്രദായമാണ്. ഇനി വരാൻ പോകുന്ന ചികിത്സാ സമ്പ്രദായങ്ങളിൽ ഏറ്റവും മികച്ച ചികിത്സാ സമ്പ്രദായം പൾസ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ആണ് എന്നാണ് നമ്മൾ ആസ്റ്റർ മെഡിസിറ്റിയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ടുള്ള അലീഷ മൂപ്പം പറയുന്നത്. അദ്ദേഹത്തിന്റെ ആ ശാസ്ത്രശാഖയുടെ ഒരു സംക്ഷിപ്തം തരാം എന്ന് ഞാൻ കാണിച്ചു തരാം. പൾസ് ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ അവര് അങ്ങനെയാണ് പറയുന്നത്, PMF എന്ന് പറയുന്നത്, പൾസ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് മാഗ്നറ്റിക് തെറാപ്പി തന്നെയാണ്. അപ്പൊ ഒരുപാട് ചികിത്സാ സമ്പ്രദായങ്ങളെ സംബന്ധിച്ചുള്ള ഗവേഷണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന ഒരു ചികിത്സാ സമ്പ്രദായം ഇതാണ് സാറേ. 2020 ഇവരുടെ എക്സ്പോർട്ടിൽ നിലച്ചുപോയി. നമുക്കറിയാം കൊറോണയാണ്. വിദേശ രാജ്യങ്ങളിലേക്ക് മെഡിക്കൽ ഉൽപ്പന്നങ്ങൾ ഒന്നും തന്നെ കയറ്റുമതി ചെയ്യാൻ പാടില്ല എന്ന് കേന്ദ്ര ഗവൺമെന്റ് ഒരു നിയമം കൊണ്ടുവന്നു. അത് ഇവാട്ടോറിയത്തിന്റെ മെഡിക്കൽ ഉൽപ്പന്നങ്ങൾ മാത്രമല്ല, ഇന്ത്യയിൽ നിർമ്മിക്കുന്ന മെഡിക്കൽ ഉൽപ്പന്നങ്ങൾ ഒന്നും വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാൻ പാടില്ല. കാരണം ഇന്ത്യയിൽ 140 കോടി ജനങ്ങൾക്കുണ്ട്. അവരെല്ലാവരും കഷ്ടത്തിലാണ്. അവർക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ സുലഭമായിട്ട് കിട്ടാൻ വേണ്ടിയാണ് കേന്ദ്ര ഗവൺമെന്റ് അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നത്. അപ്പൊ ഇവാട്ടോറിയത്തിന്റെ എക്സ്പോർട്ടിൽ നിലച്ചുപോയി. കൊറോണയാണ്. ആളുകളെല്ലാം വീടുകളിലാണ്. കടകമ്പോളങ്ങളെല്ലാം അടച്ചിട്ടൊക്കെയാണ്. അങ്ങനെയുള്ള ഒരു സമയത്ത് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാന്നുള്ളത് വളരെയേറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ ബുദ്ധിമാനായ നമ്മുടെ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിലൂടെ ഈ ഉൽപ്പന്നം ജനങ്ങളിലേക്ക് എത്തിക്കാൻ തയ്യാറായി. മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെ ഒരു പ്രത്യേകത, ഈ ഉൽപ്പന്നം ഉപയോഗിച്ച് ഗുണഫലം കിട്ടിയ ഒരാള് മൗത്ത് പബ്ലിസിറ്റിയിലൂടെ മറ്റുള്ളവരോട് പറയാൻ തയ്യാറാവും. അതിന് ഇതുപോലുള്ള സൂമുകൾ ഉപയോഗിക്കാം, നമുക്ക് വാട്സപ്പിലൂടെ നമുക്ക് ചാറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഫോണിലൂടെ കാര്യങ്ങൾ പറയാം. അങ്ങനെയുള്ള വാർത്താവിനിമയ സംവിധാനങ്ങളെല്ലാം തന്നെ സജീവമാണ് ആ സമയത്ത്. നമുക്ക് വീടുകളുടെ പുറത്തേക്ക് പോകണ്ട. പ്രത്യേകിച്ച് കൊറോണ രോഗികളിലാണ് കമ്പനി ഈ ഉൽപ്പന്നം പരീക്ഷിക്കാനായിട്ട് തയ്യാറായത്, കേന്ദ്ര ഗവൺമെന്റിന്റെ അനുവാദത്തോടുകൂടി. അത്ഭുതം എന്ന് പറയട്ടെ, ആ കാലഘട്ടത്തിൽ കൊറോണ രോഗികളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരുന്നത് ഓക്സിജൻ സിലിണ്ടർ കിട്ടിയ മെമ്പേഴ്സ് മാത്രമാണ്. കാരണം ശ്വാസകോശത്തിനാണ് ഈ വൈറസ് അറ്റാക്ക് ചെയ്യുന്നത്. ശ്വാസകോശം ചുരുങ്ങിപ്പോവും. ശരീരത്തിലെ 37.4 ലക്ഷം കോടി കോശങ്ങൾക്ക് ആവശ്യമായ ഓക്സിജൻ ആഗിരണം ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുമ്പോഴാണ് ആളുകൾ മരണത്തിന് കീഴടങ്ങിയിരുന്നത്. അപ്പൊ ഓക്സിജൻ സിലിണ്ടറിന്റെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ആളുകൾക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റുമായിരുന്നുള്ളൂ. വേറെ മരുന്നൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഓക്സിജൻ സിലിണ്ടറിന്റെ സഹായമില്ലാതെ ഈ മാഗ്നറ്റിക് മാട്രസിൽ കിടന്നുറങ്ങിയ മെമ്പേഴ്സ്, റിസ്റ്റ് ബാൻഡ് കയ്യിൽ കിട്ടിയ മെമ്പേഴ്സ്, മാഗ്നറ്റിക് വാട്ടർ കുടിച്ച മെമ്പേഴ്സിന് ഓക്സിജൻ കൂടുതൽ ആഗിരണം ചെയ്യാനും ബ്ലഡ് സർക്കുലേഷൻ ക്രമീകരിക്കാനും ഗാഠമായ ഉറക്കം കിട്ടാനും പ്രതിരോധ സംവിധാനം ഉണർത്താനും കുറഞ്ഞ ദിവസം കൊണ്ട് കൊറോണയെ അതിജീവിച്ചുകൊണ്ട് അവർക്ക് ആരോഗ്യത്തോടെ വീടുകളിലേക്ക് പോകാൻ സാധിച്ചു. അതുകൊണ്ട് ലോക രാജ്യങ്ങൾ എടുത്തു നോക്കിയാല് കൊറോണ യോധ അവാർഡ് ലോകത്തിൽ ആദ്യമായിട്ട് ഒരു ഉൽപ്പന്നത്തിന് കിട്ടിയത് നമ്മളുടെ നിയോഡൈമ മെഡിക്കൽ മാഗ്നറ്റിന്റെ ഉൽപ്പന്നങ്ങൾക്കാണ്. കേന്ദ്ര ഗവൺമെന്റ് കൊറോണ യോധ അവാർഡ് കൊടുത്തുകൊണ്ട് ഈ ഉൽപ്പന്നത്തിനെ ആദരിച്ചു. ഇന്ന് ഏതാണ്ട് 40 ലക്ഷത്തോളം സംതൃപ്തരായ കസ്റ്റമേഴ്സ് ഉണ്ട്. ആ യൂട്യൂബിൽ നിന്ന് എടുത്തേ, ഈ ഇവാട്ടോറിയം ടെസ്റ്റിമോണിയിൽ നിന്ന് അടിച്ചേ, 1 മിനിറ്റ് സമയം കൊണ്ടുള്ള റീലുകൾ നോക്കിയേ, എന്തുമാത്രം റീലുകളാണ്. കണ്ട ആദ്യം വന്നത് കണ്ട ഒരു സ്ത്രീക്ക് ബാധ കൂട്ടിയതുപോലെ അവർ വിറച്ചുകൊണ്ടിരിക്കുകയാണ്. ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ഒരു ഉത്തരവുമില്ലാത്ത ഒരു ചോദ്യമാണത്.
അവരുടെ കയ്യിൽ ബലമായിട്ട് പിടിക്കുന്നത് കണ്ട, ആ കെട്ടിക്കൊടുക്കുന്നത് റെസ്റ്റ് ബാൻഡാണ്. ആ വ്യക്തി അടങ്ങിയിരിക്കുന്നത് കണ്ട, എത്ര ശാന്തമായി. ഒരു മിനിറ്റ് കൊണ്ട് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒന്ന് മാറ്റം കണ്ട. ഇതാണ് ഈ ബയോടോറിയത്തിന്റെ മാഗ്നറ്റിക് തെറാപ്പിയുടെ ഭാഗമായ ഉൽപ്പന്നങ്ങളുടെ പ്രത്യേകത. ഇത് അടുത്തത് നോക്കിയേ, ജന്മനുള്ള ഒരു മുഴയാണ് ഈ കുട്ടിയുടെ നെറ്റിയിലുള്ളത്. അത് ഓപ്പറേഷൻ ചെയ്യണം, കുട്ടി കുറച്ചുകൂടി ഒന്ന് വലുതാകട്ടെ എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. ഇത് കണ്ടതേ, ഇത് 40ഓളം നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റുള്ള ഒരു റിസ്റ്റ് ബാൻഡ് ആ തലയിൽ ആ മുഴയിൽ കെട്ടിക്കൊടുക്കുകയും കണ്ട. ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ നോക്കി ആ മുഴ ചുരുങ്ങിയത് കണ്ട. കുറച്ച് സമയം കൊണ്ട് കഴിഞ്ഞപ്പോ ആ മുഴ വീണ്ടും ചുരുങ്ങിയത് കണ്ട. ഏതാണ്ട് 40 മിനിറ്റ് കഴിഞ്ഞപ്പോ ആ മുഴ പോലും അവിടെ കാണാനില്ല കണ്ട. ഇത് മാഗ്നറ്റിക് തെറാപ്പിയുടെ ഭാഗമായി ശരീരത്തിൽ സംഭവിക്കുന്ന അത്ഭുതകരമായ കാര്യമാണ്. ഇത് കണ്ട, ഈ വ്യക്തിനെ കണ്ട, ഇദ്ദേഹത്തിന് 7 വർഷമായിട്ട് സ്ട്രോക്ക് വന്ന് കിടന്ന് പുറം മുഴുവൻ പൊട്ടി വീഴണം വന്ന വ്യക്തിയാണ്. ആ വ്യക്തിനെ മാഗ്നറ്റിക് മാട്രസിൽ കിടത്തി റെസ്റ്റ് ബാൻഡ് കയ്യിൽ കെട്ടിക്കൊടുത്ത് മാഗ്നറ്റിക് വാട്ടർ ഇട്ടിട്ട് വായിൽ കൊടുത്ത് മാഗ്നറ്റിക് വാട്ടർ കൊണ്ട് അദ്ദേഹത്തിന്റെ ശരീരം തുടച്ച് അദ്ദേഹത്തിന്റെ മുറിവുകളെല്ലാം പുറത്ത് അദ്ദേഹം ഇത് കണ്ട ആരോഗ്യത്തോടെ എഴുന്നേറ്റ് നടക്കുന്ന മനോഹരമായ ചിത്രം കണ്ട. ഇതൊക്കെ ആധുനിക വൈദ്യശാസ്ത്രത്തിന് സാധിക്കാത്ത കാര്യമാണ് ചേട്ടാ. ഇങ്ങനെയുള്ള ലക്ഷക്കണക്കിന് ടെസ്റ്റിമോണിയിൽ ഈ ബയോടോറിയത്തിൽ നമുക്ക് നമ്മളുടെ ഫോണിൽ നമ്മൾ യൂട്യൂബിൽ കാണാൻ സാധിക്കും. ഇതാണ് മാഗ്നറ്റിക് തെറാപ്പിയുടെ ഭാഗമായ ഉൽപ്പന്നങ്ങൾ. ഇത്രയും റിസൾട്ട് കിട്ടുന്നത് കൊണ്ടാണ് ജനങ്ങൾ ഈ ഉൽപ്പന്നം നെഞ്ചിലേറ്റാൻ തയ്യാറായതിന്റെ കാരണം. എന്തുമാത്രം അസുഖങ്ങളാ മാറിയിട്ടില്ല ചേട്ടാ. തൈറോയ്ഡ് മാറി എന്തുമാത്രം മെമ്പേഴ്സ് ഉള്ളത്. സോറിയാസിന് ഇന്ന് വരെ ലോകത്തിൽ മരുന്നില്ലാന്ന് ചേട്ടാ. ഇത്രയും മോശമായ ഒരു രോഗം വേറെ ആർക്കും വരില്ലേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. എന്തുമാത്രം സോറിയാസ് രോഗികളുടെ രോഗങ്ങളാ മാറിയത്. ഹൃദയ സംബന്ധമായ ബ്ലോക്കുകളുള്ള മെമ്പേഴ്സ്, ഓപ്പറേഷൻ പറഞ്ഞു വെച്ച മെമ്പേഴ്സ്, അവരുടെ ഡോക്ടേഴ്സ് പറഞ്ഞു ബ്ലോക്കുകൾ കാണുന്നില്ല, ഓപ്പറേഷൻ വേണ്ട. വെരിക്കോസ് വെയിൻ വന്നിട്ട് കാല് മുറിക്കാൻ വെച്ച മെമ്പേഴ്സ്, അവരുടെ കാല് മുറിക്കാതെ അവർ ആരോഗ്യത്തോടെ ജീവിക്കുന്നുണ്ട്. അങ്ങനെ എന്തുമാത്രം മെമ്പേഴ്സാണ് ഉള്ളത്, എന്തുമാത്രം വ്യത്യസ്തമായ റിസൾട്ടാ കിട്ടിയിട്ടുള്ളത്. ഇത് കണ്ട, അതേ ഈ വീഡിയോ ചേട്ടൻ ശ്രദ്ധിച്ചേ. ഇത് നമ്മളുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രൊഫസർ രാധാകൃഷ്ണ സാറിന്റെ വീഡിയോ ആണ്. ഒരു 10-15 മിനിറ്റ് സമയമുണ്ട്. ചേട്ടൻ ഇത് ഇപ്പൊ പറ്റുമെന്ന് കേൾക്ക്, അല്ലെങ്കിൽ ഞാൻ എന്താണെന്ന് പറഞ്ഞു തരാം. അദ്ദേഹം പറയുന്നത് ഞാൻ ചേട്ടന്റെ ഫോണിലേക്ക് ഇട്ട് തരാം, ചേട്ടൻ സൗകര്യം പോലെ കേട്ടാൽ മതി. അദ്ദേഹം പറയുന്നത്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത്, ഒരു വ്യക്തി ആരോഗ്യവാനായിട്ട് ജീവിക്കാൻ ആ വ്യക്തിയുടെ ബ്ലഡ് സർക്കുലേഷൻ ക്രമമായിരിക്കണം, പ്രോപ്പർ ആയിരിക്കണം. അദ്ദേഹത്തിന് ശരിയായ രീതിയിൽ ഓക്സിജൻ ആഗിരണം ചെയ്യാൻ സാധിക്കണം. അപ്പൊ ഓരോ വ്യക്തികളുടെയും ശരീരത്തിലേക്ക് ആവശ്യമായ പ്രാണവായു കിട്ടണമെങ്കിൽ, ഓക്സിജൻ കിട്ടണമെങ്കിൽ, അവരുടെ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആണെങ്കിൽ അവർക്ക് ആരോഗ്യത്തോടുകൂടി ദീർഘായുസോടുകൂടി ജീവിക്കാൻ സാധിക്കും. ഇതാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത്. ഇത് തന്നെയാണ് പ്രൊഫസർ രാധാകൃഷ്ണൻ സാറും പറയുന്നത്. ആരോഗ്യത്തിന്റെ രഹസ്യം ഇത് രണ്ടുമാണ്. ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആക്കുക, കൂടുതൽ ഓക്സിജൻ ആഗിരണം ചെയ്യുക. പക്ഷെ നിർഭാഗ്യവശാൽ ലോകത്ത് ഇന്ന് വരെ ഒരു വൈദ്യശാസ്ത്രത്തിൽ ഈ 2 പ്രശ്നങ്ങൾക്ക് പരിഹാരമുള്ള ഒരു മരുന്നും കണ്ടുപിടിച്ചിട്ടില്ല, ഒരു വൈദ്യശാസ്ത്രത്തിലും കണ്ടെത്തിയിട്ടില്ല. പക്ഷേ ഈ ബയോടോറിയത്തിന്റെ നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റിന്റെ ഉൽപ്പന്നങ്ങൾക്ക് ഈ 2 പ്രശ്നങ്ങൾക്കും 100% പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആക്കാൻ സാധിക്കുന്നുണ്ട്, കൂടുതൽ ഓക്സിജൻ ആഗിരണം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അത്ഭുതകരമായ റിസൾട്ട് ഈ ഉൽപ്പന്നം ഉപയോഗിക്കുന്ന ആളുകൾക്ക് കിട്ടുന്നത്. ഇതിനേക്കാൾ കൂടുതൽ വേറെ എന്താ വേണ്ടത്? ഡോക്ടർ ആതിരയാണ്, കാരിത്താസ് ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്. അവർക്ക് 3 വർഷം മുമ്പ് അച്ഛന്റെയും അമ്മയുടെയും കൂടെ ജോലി ചെയ്തിരുന്ന ഒരൊറ്റ സുഹൃത്ത് കൊണ്ടുവന്ന് നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റിന്റെ ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്തി. ആ സമയത്ത് ഞാൻ വീട്ടിലുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് വാങ്ങിക്കണ്ട എന്ന് പറഞ്ഞു. കാരണം ഞങ്ങൾ പഠിച്ചിട്ടുള്ള വൈദ്യശാസ്ത്രത്തിൽ, എല്ലാ വൈദ്യശാസ്ത്രത്തിലും അകത്ത് മരുന്ന് കഴിച്ചാൽ മാത്രമേ അസുഖങ്ങൾ മാറുള്ളൂ. ഇവിടെ ആ അങ്കിള് പറയുന്നത് അകത്തൊരു മരുന്ന് കഴിക്കണ്ട, ഓയിൽമെന്റ് പുരട്ടണ്ട, ഇഞ്ചക്ഷൻ വേണ്ട, ഓപ്പറേഷൻ വേണ്ട, നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്തുമാകട്ടെ അതിന് ശാശ്വതമായ പരിഹാരം കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പൊ എനിക്കത് മനസ്സിലായത് ശുദ്ധമായ നുണയാണ്, അതുകൊണ്ട് തന്നെ മേടിക്കണമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ആ അങ്കിളിനെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സ്നേഹബന്ധമാണ് അവർക്കുള്ളത്. അതുകൊണ്ട് കുറച്ച് പൈസ വേണമെങ്കിൽ പോയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ അച്ഛൻ അത് വാങ്ങിക്കാൻ തയ്യാറായി. പണം കൊടുത്ത് വാങ്ങിച്ചതല്ലേ, അകത്തൊന്നും കഴിക്കണ്ടല്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് ബെഡിന്റെ മുകളിൽ വിരിച്ച് ആ മാട്രസിൽ കിടന്നുറങ്ങി, റെസ്റ്റ് ബാൻഡ് കയ്യിൽ കെട്ടി ആ മാഗ്നറ്റിക് വാട്ടർ കുടിച്ച്, അത്ഭുതം എന്ന് പറയട്ടെ, ആദ്യത്തെ ദിവസം എന്റെ അമ്മക്ക് പ്രയോജനം കിട്ടി. കാരണം അമ്മയ്ക്ക് കൊറോണ വന്നിട്ടുണ്ടായിരുന്നു. കൊറോണ വന്നതിന് ശേഷം ഉറക്കമില്ലാത്ത രാവുകളായിരുന്നു. അതുകൊണ്ട് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്റെ അമ്മ അന്ന് ഗാഠമായിട്ട് ഉറങ്ങി. എന്റെ അമ്മക്ക് ആദ്യ ദിവസം തന്നെ റിസൾട്ട് കിട്ടി. പിന്നെ എന്റെ അമ്മയുടെ വലത് കണ്ണിന് 80% കാഴ്ച നഷ്ടപ്പെട്ട് 20% കാഴ്ച ഉണ്ടായിരുന്നുള്ളു.
അമ്മയെ ഞാൻ കേരളത്തിലുള്ള എല്ലാ ഹോസ്പിറ്റലിലും കാണിച്ച് ആ 20% കാഴ്ച ക്രമേണ നഷ്ടപ്പെട്ടു പോകും, ഒരു കണ്ണിന് കാഴ്ച ഉണ്ടാവില്ല എന്നാണ് ആധുനിക വൈദ്യശാസ്ത്രം വിധി എഴുതിയത്. ഞങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല. 2 വർഷം കഴിഞ്ഞ് എന്റെ അമ്മയുടെ കണ്ണിന്റെ കാഴ്ച 100% തിരിച്ചു കിട്ടി. എന്നിട്ട് ആ ഡോക്ടർ അതിനെ നിർത്തുന്നില്ല. എനിക്കും ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കുഞ്ഞുനാൾ തുടങ്ങി ഞാൻ ഇൻഹേലർ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇന്ന് ഞാൻ ഇൻഹേലർ ഉപയോഗിക്കുന്നില്ല. ഞാൻ നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റിക് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഒരു കുടുംബത്തിൽ 3 പേർക്ക് കിട്ടിയ ഗുണമാണ് ഒരു ഡോക്ടർ പറയുന്നത്. ഇപ്പൊ ഒരു അസുഖമില്ല, സമ്മതിച്ച് ഈ കുടുംബത്തിൽ ആർക്കും അസുഖമില്ല. എപ്പോ വേണമെങ്കിലും അസുഖം വരാനില്ല. ഇന്ന് ആരോഗ്യത്തോട് കാണുന്ന ആളുകളെ നാളെ കാണുന്നില്ല, കുഴഞ്ഞു വീണ് മരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് കുഴഞ്ഞു വീണ് മരിക്കുന്നത്? അത് കൊറോണ വന്നു പോയവരിക്കും കൊറോണ വാക്സിനേഷൻ എടുത്തവരിക്കും ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. കൊറോണ വന്നു പോയവരുടെ ശ്വാസകോശം ചുരുങ്ങിപ്പോയി, അവരുടെ ശരീരത്തിലേക്ക് ആവശ്യമായ ഓക്സിജൻ ആഗിരണം ചെയ്യാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ശാരീരികമായ ഒരുപാട് പ്രശ്നങ്ങൾ അവർക്കുണ്ട്. കൊറോണ വാക്സിനേഷൻ എടുത്തവരിൽ പ്രോട്ടീൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റ് രക്തത്തിൽ കലരുന്നുണ്ട്. അപ്പൊ രക്തത്തിൽ കനം കൂടുന്നുണ്ട്. കനം കൂടിയ രക്തം പമ്പ് ചെയ്യാനായിട്ട് ഹൃദയത്തിന് ലോഡ് വരുന്നുണ്ട്. അപ്പൊ ഹൃദയത്തിന് ഇൻഫ്ലമേഷൻ സംഭവിക്കുന്നുണ്ട്, നീർക്കെട്ട് സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആളുകൾ കുഴഞ്ഞുകൊണ്ട് മരിക്കുന്നത്. ഏതാണ്ട് ഇന്ന് ലോകത്തുള്ള 800 കോടി ജനങ്ങളിൽ 100 കോടി ജനങ്ങൾ പോക്കാണെന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത്. കൊറോണയുടെ വാക്സിനേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ തന്നെ ഞങ്ങളുടെ അടുത്ത് ഒരാൾ മരിച്ചുപോയി. നല്ല ചെറുപ്പക്കാരനാണ്, നല്ല ആരോഗ്യവാനാണ്. കാരണം എന്ന് പറയുമ്പോൾ ഹാർട്ട് അറ്റാക്ക് ആണെന്ന് പറയുന്നത്. ജീവിതത്തിൽ സംഭവിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആണ്. നമ്മുടെ ശരീരത്തിൽ കൂടുതൽ ഓക്സിജൻ നമുക്ക് ആഗിരണം ചെയ്യാൻ സാധിക്കണം. നമുക്ക് ഗാഠമായ ഉറക്കം കിട്ടണം. ആ ഉറക്കത്തിലാണ് നമ്മുടെ ശരീരത്തിന്റെ റിപ്പയറിങ് നന്നായിട്ട് നടക്കുന്നത്. പുതിയ കോശങ്ങൾ റീജനറേറ്റ് ചെയ്യുമ്പോൾ ആരോഗ്യമുള്ള കോശങ്ങൾ റീജനറേറ്റ് ചെയ്യണം. ഒരു 120 ദിവസം വേണം നമ്മളെ ബ്ലഡ് സെൽസ് റീജനറേറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ 120 ദിവസം കഴിയുമ്പോൾ നമ്മളൊരു പുതിയ മനുഷ്യനാണ്. മുടി തുടങ്ങി നഖം വരെയുള്ള എല്ലാ കോശങ്ങളും റീജനറേറ്റ് ചെയ്തിട്ടുണ്ടാകും. അത് ആരോഗ്യമുള്ള കോശങ്ങളാണെങ്കിൽ ആരോഗ്യവാനായ ഒരു പുതിയ വ്യക്തിയായിട്ട് നമ്മൾ മാറും. ഇതാണ് നമ്മളെ മാഗ്നറ്റിക് തെറാപ്പിയുടെ ഭാഗമായ ഉൽപ്പന്നങ്ങൾ ചെയ്യുന്നത്. ആരോഗ്യമുള്ള വ്യക്തികളാണ് ഇത് ഉപയോഗിക്കേണ്ടത്. ഒരു കാരണവശാലും ഒരു രോഗവും നമ്മളെ ശരീരത്തിനെ കീഴ്പ്പെടുത്താൻ സാധിക്കില്ല. ആരോഗ്യത്തോടെ ദീർഘായുസോടെ നമുക്ക് ജീവിക്കാൻ സാധിക്കും. മാത്രമല്ല മാനസികമായ പിരിമുറുക്കങ്ങൾ ഇല്ലാതാൻ സാധിക്കുന്നുണ്ട്. ഈ ഉൽപ്പന്നം ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് ഓറ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, ദൈവികമായ ഒരു കഴിവ്. ഇപ്പൊ ഈ കാണുന്ന ഈശ്വരന്റെ ഫോട്ടോയിൽ തലക്ക് ചുറ്റും കാണുന്ന ഒരു കിരണങ്ങളില്ലേ, അതിനാണ് ഓറ എന്ന് പറയുന്നത്. ആ ഓറ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. അത് ശാസ്ത്രീയമായിട്ട് തെളിയിച്ചിട്ടുള്ളതാണ്. ഇന്നിയുടെ മെഡിക്കൽ മാഗ്നറ്റ് ഉപയോഗിക്കുന്ന വ്യക്തികളുടെ ഓറ ഡെവലപ്പ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ദൈവിക അംശം നമ്മുടെ ശരീരത്തിൽ കൂടുന്നത്. അതാണ് ഈ ഉൽപ്പന്നം. ഇതിന്റെ എല്ലാം വെള്ളം കുട്ടികളോട് കുടിക്കട്ടെ. കാരണം ഈ വെള്ളത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞെങ്കിൽ വെള്ളത്തിന് സാന്ദ്രത വളരെ കുറവാണ്. ഇതിന് മാഗ്നറ്റിക് എനർജി ഉണ്ട്. ഇതിൽ ഓക്സിജന്റെ അളവ് കൂടുതലാണ്. ഈ വെള്ളം നമ്മൾ കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഓക്സിജന്റെ അളവ് കൂടുന്നുണ്ട്, രക്തത്തിന്റെ കനം കുറക്കുന്നുണ്ട്, രക്തത്തിന്റെ ശുദ്ധീകരിക്കുന്നുണ്ട്, ഉള്ളിലുള്ള നീർക്കെട്ടുകൾ ഇല്ലാതാക്കുന്നുണ്ട്, ഇന്റേണൽ ഓർഗൻ പാർട്സിനും മാഗ്നറ്റിക് പവർ കിട്ടുന്നുണ്ട്. ഊർജ്ജ ശരീരം സജീവമാകുമ്പോൾ ഭൗതിക ശരീരം സൗഖ്യത്തിലാവും. ഇതൊന്ന് കാണാതെ പിടിച്ചേക്കണം. ഊർജ്ജ ശരീരം സജീവമാകുമ്പോൾ ഭൗതിക ശരീരം സൗഖ്യത്തിലാകുന്നുണ്ട്. ആയുർവേദം ആരോഗ്യത്തെ സംബന്ധിച്ച് പറയുന്ന ഇതാണ്. ഊർജ്ജ ശരീരം സജീവമാകുമ്പോൾ ഭൗതിക ശരീരം സൗഖ്യത്തിലാകുന്നുണ്ട്. അപ്പൊ നമ്മൾ മാഗ്നറ്റിക് വാട്ടർ കുടിക്കുമ്പോൾ ഊർജ്ജ ശരീരം സജീവമാകുന്നുണ്ട്. ഒരു ഊർജ്ജം നമ്മുടെ ശരീരത്തിലുണ്ട്. ആ ഊർജ്ജ ശരീരം സജീവമാകുന്നുണ്ട്, ഭൗതിക ശരീരം സൗഖ്യത്തിലാകുന്നുണ്ട്. വളരെ സിമ്പിൾ ആണ് ചേട്ടാ. അത് കുട്ടികളുടെ ഐക്യ പവർ കൂടുമെന്ന് പറയുന്നതിന്റെ കാരണം എന്നറിയാമോ? നമുക്കിപ്പോ ചേട്ടന് ശരാശരി 70 കിലോ ഭാരമുണ്ട്. ചേട്ടന് ഇതിനേക്കാൾ തൂക്കം കൂടുതലായിരുന്നല്ലോ, ഇപ്പൊ ഭാരം കുറച്ചാണല്ല. 70 കിലോ ഭാരമുണ്ട്, കറക്റ്റ് തൂക്കമാണ്. ചേട്ടൻ്റെ ഒരു 5 ഇരട്ടി പൊക്കം വെച്ച് 70 കിലോ തൂക്കം വേണം. അതാണ് ആധുനിക വൈദ്യശാസ്ത്രം പറയുന്ന അതാണ്. അപ്പൊ നമ്മൾ പുള്ളിനൊക്കെ കറക്റ്റ് ആക്കി. ചേട്ടന്റെ ശരീരത്തിൽ 4 ലക്ഷം കോടി കോശങ്ങളുണ്ട്. ആ കോശങ്ങളിലേക്ക് ആവശ്യമായ ജീവജലം കിട്ടുന്നുണ്ട്, പ്രാണവായു കിട്ടുന്നുണ്ട്, പോഷകാഹാരം കിട്ടുന്നുണ്ട്. ഇതൊക്കെ ശരീരത്തിന്റെ ഭാരം 70 കിലോ ഉണ്ട്. തലച്ചോറിന്റെ ഭാരം 1300 ഗ്രാമുകളിൽ കോടാനുകൂടി ന്യൂറോൺസ് ഉണ്ട്. 25 വാട്ട്സ് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഒരു നഗരത്തെ ചുട്ടുചാമ്പലാക്കാനുള്ള അണുശക്തി ഉണ്ട്. അങ്ങനെ നമ്മളെ തലച്ചോറാണ്, മനുഷ്യന്റെ തലച്ചോറാണ് ഈ ഭൂമിയെ ഈ രീതിയിൽ മാറ്റിമറിച്ചത്. അപ്പൊ തലച്ചോറിന്റെ പവർ കൂട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന പോഷകാഹാരം 20% തലച്ചോറിൽ വേണം. നമ്മൾ കുടിക്കുന്ന ജീവജലത്തിന്റെ 20% തലച്ചോറിൽ വേണം. നമ്മൾ ശ്വസിക്കുന്ന പ്രാണവായുവിന്റെ 20% തലച്ചോറിന് വേണം. നമ്മൾ മാഗ്നറ്റിക് വാട്ടർ കുടിക്കുമ്പോൾ ഇത് 3 തലച്ചോറിന് കിട്ടുന്നുണ്ട്. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ പോഷകങ്ങൾ കൂടുതൽ ആഗിരണം ചെയ്യാനായിട്ട് നമ്മൾ ആമാശയത്തിനെ സഹായിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രാണവായുവിന്റെ അളവ് കൂടുന്നുണ്ട്, ജീവജലത്തിന്റെ അളവ് കൂടുന്നുണ്ട്,
അപ്പൊ 20% ഈ 3 കാര്യങ്ങൾ തലച്ചോറിന് കിട്ടുന്നുണ്ട്. തലച്ചോറ് പ്രോപ്പർ ആകുന്നുണ്ട്, IQ പവർ കൂടുന്നുണ്ട്, പഠന നിലവാരം കൂടുന്നുണ്ട്, ഓർമ്മശക്തി കൂടുന്നുണ്ട്, കൂടുതൽ മാർക്ക് കിട്ടുന്നുണ്ട്, കുട്ടികൾ ഉന്നതന്മാരായിട്ട് മാറും. അടുത്തൊരു പ്രൊഡക്റ്റ് ഇതിനേക്കാൾ, കാരണം നമ്മൾ മികച്ച പ്രൊഡക്റ്റ് കണ്ട 4 പ്രൊഡക്റ്റ്, ഒന്നിനൊന്നും മികച്ച പ്രൊഡക്റ്റാണ് 4 പ്രൊഡക്റ്റ്. ആൾട്രാബെറി ഇരിക്കുന്ന നോക്കി 21 അപൂർവമായ പഴങ്ങളും ഔഷധ സസ്യങ്ങളും അടങ്ങിയിട്ടുണ്ട്. അതിന്റെ ജ്യൂസ് അല്ല ഇത്, അതിന്റെ സ്റ്റെം സെല്ലാണ്. അതിന് അത്യാവശ്യം വേണ്ട സ്റ്റെം സെല്ല്, ഓരോന്നിനും വേണ്ട സ്റ്റെം സെല്ല്. ആ സ്റ്റെം സെല്ലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് 30 ഗ്രാം മാത്രം കഴിച്ചാൽ മതി. നമുക്ക് 3.5 കിലോ ഓർഗാനിക് ഫ്രൂട്ട് കഴിക്കുന്നതിന്റെ പ്രയോജനമാണ് ഈ ഇവിടെ കിട്ടുന്നത്. 3.5 കിലോ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഫ്രൂട്ട് അല്ല, 3.5 കിലോ ഓർഗാനിക് ഫ്രൂട്ട്. ആ 3.5 കിലോ ഓർഗാനിക് ഫ്രൂട്ട് നമുക്ക് ഒരു ദിവസം കഴിക്കാൻ പറ്റില്ല. ലോകാരോഗ്യ സംഘടന പറയുന്നത് ഒരു ദിവസം 8 നിറത്തിലെ ഭക്ഷണങ്ങളും 8 തരത്തിലെ ഭക്ഷണങ്ങളും കഴിക്കണം എന്ന് പറയുന്നത്. നമ്മൾ 8 തരത്തിലെ ഭക്ഷണം കഴിക്കുന്നുണ്ടാ? 8 തരത്തിലെ ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ടാ? ഇവിടെ 21 തരത്തിലുള്ള ഒരുപാട് നിറങ്ങളിലുള്ള ഫ്രൂട്ട്സും ഔഷധ സസ്യങ്ങളാണ്. ഇത് 4 രീതിയിലുള്ള ബെറിപ്പഴങ്ങൾ നമ്മൾ കഴിക്കാറുണ്ടാ? എന്നാ ബെറിപ്പഴം കഴിച്ചിട്ടുള്ളത്? ഇതിൽ ബ്ലൂബെറി ഉണ്ട്, എൽഡൻബെറി ഉണ്ട്, ക്രാൻബെറി ഉണ്ട്, സ്ട്രോബെറി ഉണ്ട്. ആ ബ്ലൂബെറി, എൽഡൻബെറി, ക്രാൻബെറി, സ്ട്രോബെറി, 4 ബെറി. ഈ ബെറി പഴങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്, ഏറ്റവും കൂടുതൽ ആന്റി ഓക്സിഡന്റ് ഉള്ളതാണ്. അതാണ് അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഒരു ഓക്സിഡേഷൻ സംഭവിക്കുന്നുണ്ട്. ഇത് 1954 വൈദ്യശാസ്ത്രം കണ്ടെത്തിയത്. കാരണം ചില രോഗികൾ അവർ രോഗമുണ്ടെന്ന് പറഞ്ഞ് ഡോക്ടർമാർ ചെല്ലും. ഡോക്ടർമാർ പരിശോധിച്ചിട്ട് പറയും നിങ്ങൾക്ക് ഒരു രോഗമില്ലെന്ന് പറയും. അവര് പറയും ഞാൻ രോഗിയാണെന്ന്, ഡോക്ടർമാർ പറയണം നിങ്ങൾക്ക് ഒരു രോഗമില്ല. അപ്പൊ അവര് രോഗിയാണെന്ന് ചോദിച്ചാൽ രോഗിയല്ല, എന്നാൽ രോഗിയാണ്. ആരോഗ്യവാനാണെന്ന് ചോദിച്ചാല അവര് ആരോഗ്യവാനാണെന്ന് വൈദ്യശാസ്ത്രം പറയും, എന്നാൽ അവര് ആരോഗ്യവാനല്ല. ഇതിന്റെ കാരണം വൈദ്യശാസ്ത്രം കണ്ടെത്തിയത് 1957 അവരുടെ ശരീരത്തിൽ ഓക്സിഡേഷൻ സംഭവിക്കുന്നത്. എന്താണ് ഓക്സിഡേഷൻ? ഓക്സിഡേഷൻ എന്താണെന്ന് നമുക്ക് ലളിതമായിട്ട് പറഞ്ഞു കൊടുക്കാം. ചേട്ടാ, ഈ ഇരുമ്പൊക്കെ തുറന്നിരിക്കുമ്പോ തുരുമ്പിക്കൂല്ലേ, അതിനാണ് ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. കാരണം ആ ഇരുമ്പിലുള്ള ഓക്സിജൻ നഷ്ടപ്പെട്ടു പോകുമ്പോൾ അവിടെ തുരുമ്പ് വരും. നമ്മളൊരു ആപ്പിൾ മുറിച്ചാൽ ബ്രൗൺ നിറം വരില്ലേ, അതാണ് ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നുണ്ട്. നമുക്ക് ഈ വായുവിലുള്ള ഓക്സിജൻ മാത്രം പോരാ, അപൂർവമായ പഴങ്ങളിലും പച്ചക്കറികളിലും ഉള്ള ഇലക്കറികളിലുള്ള ഓക്സിജൻ കൂടി വേണം. നമ്മൾ പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നില്ല, അത് ഓർഗാനിക് ഫ്രൂട്ട്സ് ആയിരിക്കണം, ഓർഗാനിക് ആയിരിക്കണം. അതൊന്നും നമുക്ക് കിട്ടുന്നില്ല. അത് പച്ചക്കൊക്കെ കഴിച്ചാൽ മാത്രമേ ഈ ആന്റി ഓക്സിഡന്റ് നമുക്ക് കിട്ടുന്നുള്ളൂ. ലോകാരോഗ്യ സംഘടന പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഒരു ദിവസം 5000 ഒറാക്കിള് ആന്റി ഓക്സിഡന്റ് ആവശ്യമാണെന്നാണ് പറയുന്നത്. ഇതിൽ 30 മില്ലി കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് 7000 ഒറാക്കിള് ആന്റി ഓക്സിഡന്റ് കിട്ടുന്നുണ്ട്. അതൊരു ആന്റി ഏജിങ് പ്രോസസ് നമ്മുടെ ശരീരത്തിൽ കൊണ്ടുവരുന്നുണ്ട്, ഓക്സിഡേഷനെ തടയുന്നുണ്ട്. ആന്റി ഓക്സിഡന്റ് ആണ്. അതാണ് ഈ ബെറി പഴങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് അപൂർവമായ 4 രീതിയിലുള്ള ബെറി പഴങ്ങളുണ്ട്. ബ്ലാക്ക് കറന്റ് ഉണ്ട്, കിവി ഉണ്ട്, ഗ്രീൻ ആപ്പിൾ ഉണ്ട്, മാംഗോസ്റ്റൻ ഉണ്ട്, അശ്വഗന്ധ ഉണ്ട്, ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്, വീറ്റ് ഗ്രാസ് ഉണ്ട്. വീറ്റ് ഗ്രാസ് എന്ന് പറഞ്ഞാൽ മുളപ്പിച്ച ഗോതമ്പ് വിത്ത്. ദൂര ഔഷധ ഗുണങ്ങൾ അതിലുള്ളതെന്ന് അറിയാമോ? നോനിപ്പഴം ഉണ്ട്, ഗ്രീൻ ടീ ഉണ്ട്, ഗ്രീൻ ടീയുടെ ഗുണം, കറുവപ്പട്ട ഉണ്ട്, ഇത് ബാക്ത്രോൺ ഉണ്ട്. ഒന്ന് അടിമാരിക്കകത്ത് പൂട്ടി വെക്കണോട്ട, അല്ലെങ്കിൽ കുട്ടികൾ വീണ്ടും വീണ്ടും എടുത്ത് കുടിക്കും. ഇത് എക്സ്ട്രാക്റ്റ് ആണ്, നമുക്ക് കൂടുതൽ കുടിക്കാൻ പാടില്ല. അത് കുട്ടികൾ 10 മില്ലി കഴിച്ചാൽ മതി. നമ്മളും 10 മില്ലി രാവിലെ 10 മില്ലി വൈകിട്ടും കഴിച്ചാൽ മതി. കൂടുതൽ കുടിക്കേണ്ട യാതൊരു കാര്യവുമില്ല. കൂടുതൽ കുടിച്ചിട്ട് നമുക്ക് പ്രയോജനമില്ല. ഇത് എനർജി ലെവൽ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്, ക്ഷീണം അകറ്റുന്നുണ്ട്, നല്ല ദഹനം ഉണ്ടാക്കുന്നുണ്ട്, അസിഡിറ്റി ഉണ്ടാക്കുന്നുണ്ട്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാം തന്നെ ഓർഗാനിക് ഫ്രൂട്ട് ആണ്. 3.5 കിലോ ഓർഗാനിക് ഫ്രൂട്ടിന്റെ പ്രയോജനം നമുക്ക് കിട്ടുന്നുണ്ട്. 5000 ഒറാക്കിൾ യൂണിറ്റ് ആന്റി ആവശ്യമാണ്. 7000 ഒറാക്കിള് ആന്റി ഓക്സിഡന്റ് നമ്മുടെ ശരീരത്തിലുണ്ട്. എന്താണ് ഒറാക്കിൾ എന്ന് വെച്ചാൽ, ചിലപ്പോൾ ചോദിക്കുന്നതാണ് ഒറാക്കിൾ. ഒറാക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ മൃതകോശങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആ മൃതകോശങ്ങളെ തള്ളിക്കളയാനുള്ള കഴിവാണ്. ആ മൃതകോശങ്ങളെ നമ്മുടെ ശരീരത്തിൽ തള്ളിക്കളയണം, ഇല്ലെങ്കിൽ ക്യാൻസർ പോലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഈ മൃതകോശങ്ങളെ തള്ളിക്കളയാനായിട്ട് ആന്റി ഓക്സിഡന്റ് സാധിക്കുന്നത്. ഇത് ബെസ്റ്റ് ന്യൂട്രാസ്യൂട്ടിക്കൽ ആണ്. ഇതിന്റെ ഗുണങ്ങൾ ഹൃദയത്തെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ ഓർത്തിരിക്കുന്ന കാര്യം മാത്രം മതി, ഹൃദയത്തിൽ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വാർദ്ധക്യകാല പ്രശ്നങ്ങൾക്ക് നല്ല പരിഹാരമാണ്. കാരണം വാർദ്ധക്യകാലമാകുമ്പോൾ ഒരുപാട് ആഹാരം നമുക്ക് നമ്മുടെ ശരീരത്തിലേക്ക് എടുക്കാൻ സാധിക്കില്ല. പല്ലുകളുടെ ആരോഗ്യം കുറഞ്ഞിട്ടുണ്ടാവും, വിശപ്പ് കുറഞ്ഞിട്ടുണ്ടാവും. കാരണം പ്രകൃതി ആഹാരത്തിൽ നമ്മൾ അകത്തി കളയും. അത് പ്രകൃതിയുടെ ഒരു പ്രത്യേകതയാണ്. അപ്പൊ നമുക്ക് ഇതേപോലെ ന്യൂട്രാസ്യൂട്ടിക്കൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമായ പോഷകങ്ങൾ കിട്ടും, നമ്മളെ ആരോഗ്യം വീണ്ടെടുക്കാൻ പറ്റും. സൂക്ഷ്മ പോഷകങ്ങൾ നമ്മുടെ ശരീരത്തിൽ റീജനറേറ്റ് ചെയ്യും. അപ്പൊ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് മരുന്ന് മാത്രം പരിഹാരമല്ല, ആന്റി ഓക്സിഡന്റ് കൂടി വേണം. അപ്പൊ മരുന്ന് കഴിക്കുന്ന കുറെ ആളുകൾക്ക് അവരുടെ രോഗം മാറുന്നില്ല. രോഗം മാറാത്തതിന്റെ കാരണം വേറെ ഒന്നുമില്ല, മരുന്ന് മാത്രം പോരാ, ആന്റി ഓക്സിഡന്റ് കൂടി ഉണ്ടെങ്കിൽ മാത്രമേ
അവരുടെ ശരീരത്തിൽ ആ മരുന്ന് അവർക്ക് 100% പ്രയോജനം കിട്ടുള്ളൂ. അപ്പൊ ആ മരുന്ന് അവർക്ക് പ്രയോജനം കിട്ടണമെന്നുണ്ടെങ്കിൽ അവരുടെ ശരീരത്തിൽ ആന്റി ഓക്സിഡന്റ്, അതുകൊണ്ട് നമ്മൾ പണ്ട് കാലങ്ങളിലൊക്കെ രോഗികളെ കാണാൻ പോകുമ്പോൾ ഫ്രൂട്ട്സ് ആയിട്ട് പോകുന്നു. ഈ രാസമാലിന്യമുള്ള ഫ്രൂട്ട്സ് ആയതുകൊണ്ട് ഡോക്ടർമാർ പറഞ്ഞ ഫ്രൂട്ട്സ് കൊടുക്കണം എന്ന് പറയണം. രോഗികൾക്ക് ഫ്രൂട്ട്സ് കൊടുക്കണം എന്ന് പറയണം. രോഗികൾക്ക് ഫ്രൂട്ട്സ് കൊടുക്കാതെ ആന്റി ഓക്സിഡന്റ് ശരീരത്തിൽ കിട്ടാതെ എങ്ങനെ രോഗം മാറും? ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിച്ചാൽ മതിയാ. അപ്പം മരുന്നിനോടൊപ്പം ആന്റി ഓക്സിഡന്റും കൂടി ശരീരത്തിൽ വേണം. ആ ആന്റി ഓക്സിഡന്റ് ഏറ്റവും നല്ല രീതിയിൽ കിട്ടുന്നത് നമ്മളുടെ അൾട്രാബെറിയിൽ നിന്നാണ്. ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുന്നുണ്ട്. ഇത് വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ഉത്തമമാണ്. മാത്രമാണ് അതിന്റെ ഗുണങ്ങൾ ഒന്ന് പറയണം. പിന്നെ സോബാൽമെറ്റ ഉണ്ട്, കറ്റാർ വാഴയുണ്ട്, മഗാറൂട്ട് ഉണ്ട്, സഫേദ് മുസ്ല ഉണ്ട്, ഗ്രേപ്പ് സീഡ് ഉണ്ട്. ഗ്രേപ്പ് സീഡ് എന്ന് പറഞ്ഞാൽ മുന്തിരി വിത്ത്. ഇത് മാത്രം ഔഷധ ഗുണമാണെന്ന് അറിയാമോ മുന്തിരി വിത്തിലുള്ളത്? അങ്ങനെ 21ഓളം അപൂർവമായ ഔഷധ സസ്യങ്ങളും ഔഷധ ചേരുവകളുടെയും എടുത്ത് നിർമ്മിച്ചിട്ടുള്ളതാണ് ഈ ജ്യൂസ്. ഇത് ആന്റി ഓക്സിഡന്റ് ആണ്, മികച്ച ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റ് ആണ്, നല്ല രുചിയും നല്ല മണവുമാണ്. എന്താ രുചി എന്നറിയാമോ? കഴിച്ചാൽ വീണ്ടും വീണ്ടും നമുക്ക് കഴിക്കാൻ തോന്നും. അത്രക്ക് ആസ്വാദ്യകരമായ രുചിയാണ്. ഇത് രാവിലെ നമ്മൾ കുടിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് മണമാണെന്ന് അറിയാമോ? സ്ട്രെസ് കുറക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഇത് സ്ട്രെസ് ഉള്ളത് കുട്ടികൾക്കാണ്. എന്തുകൊണ്ടാണ്? രാവിലെ 6 മണിക്ക് പഠിക്കാൻ പോകുന്നുണ്ട്, 3 മണി വരെ ക്ലാസ്സിലാണ്. അവിടുത്തെ ഹോംവർക്കുകൾ, അവിടുത്തെ പാഠ്യ വിഷയങ്ങൾ ഇതെല്ലാം വളരെ കട്ടിയാണ്. അത് കഴിഞ്ഞ് വന്നിട്ട് ട്യൂഷന് പോകുന്നുണ്ട്, 7 മണി വരെ ട്യൂഷൻ. അത് കഴിഞ്ഞാൽ കരാട്ട ക്ലാസ്സിൽ പോകുന്നുണ്ട്, ഡാൻസ് ക്ലാസ്സിൽ പോകുന്നുണ്ട്. 10 മണിക്ക് വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ക്ലാസ് റൂമിലെ ഹോംവർക്ക് ഉണ്ടാവും, ട്യൂഷൻ ക്ലാസ്സിലെ ഹോംവർക്ക് ഉണ്ടാവും. അവർക്ക് എവിടെയാണ് വിശ്രമം കിട്ടുന്നത്? എവിടെയാണ് പോഷകാഹാരം കിട്ടുന്നത്? കഴിക്കുന്നത് കുഴിമന്തിയും ബർഗറും ബിസ്ക്കറ്റൊക്കെയാണ്. അപ്പൊ അവരുടെ ആരോഗ്യം വീക്കാണ്, ഇമ്മ്യൂണിറ്റി പവർ കുറവാണ്. ആഴ്ചയിൽ മാസത്തിൽ 10 ദിവസം അവർക്ക് ക്ലാസ്സിൽ പോകാൻ പറ്റുന്നില്ല. പനി, ചുമ, തൊണ്ടവേദന, അങ്ങനെയുള്ള ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞിട്ടാണ്. അവർക്ക് മെന്റൽ സ്ട്രെസ് വളരെ കുറവാണ്. അവരുടെ ശരീരത്തിലേക്ക് ഈ രീതിയിലുള്ള ആന്റി ഓക്സിഡന്റ് ഉൽപ്പന്നങ്ങൾ ഒന്നും കിട്ടുന്നില്ല. പനി ഉണ്ടാകുന്നുണ്ട്, ചുമ ഉണ്ടാകുന്നുണ്ട്, ജലദോഷം ഉണ്ടാകുന്നുണ്ട്, തൊണ്ടവേദന ഉണ്ടാകുന്നുണ്ട്. ഇതെല്ലാം അവരുടെ ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞിട്ടാണ്. ഇതിൽ അടങ്ങിയിട്ടുള്ള 21ഓളം അപൂർവമായ ഔഷധ സസ്യങ്ങളുടെ ഒരു പഴത്തിന് മാത്രമേ ഞാൻ ഗുണം പറയാം. സിബാത്രോൺ എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട്സ് ഉണ്ട്. അത് ഹിമാലയം അറിയപ്പെടുന്നത്. ഹിമാലയം ബെറി എന്നാണ് അത് അറിയപ്പെടുന്നത്. അതും ഒരു ബെറി തന്നെയാണ്. വളരെയേറെ ഔഷധ ഗുണമുള്ള ഒരു അമൂല്യമായ ഫ്രൂട്ട്സ് ആണ്. അതിന്റെ എക്സ്ട്രാക്ട് ഇതിൽ കൂടുതൽ ചേർത്തിട്ടുണ്ട്. അപ്പൊ ആ ഫ്രൂട്ട്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞെങ്കിൽ നമ്മുടെ ഇന്ത്യൻ മിലിറ്ററിയിൽ ജവാന്മാർക്ക് കൊടുക്കുന്ന ഒരു ഉൽപ്പന്നമാണ്. കാരണം അവരുടെ കായിക ബലം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് കൊടുക്കുന്നത്. അത്രയും നല്ലൊരു ഉൽപ്പന്നമായതുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റ് ഇന്ത്യൻ മിലിറ്ററിയിൽ ജവാന്മാർക്ക് ഇത് കൊടുക്കുന്നതിന്റെ കാരണം. മാത്രമല്ല കായിക താരങ്ങൾ സുലഭമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണിത്. കാരണം സ്റ്റാമിന കൂട്ടാനും അവരുടെ കായിക ശേഷി വർദ്ധിപ്പിക്കാനും ഇത് വളരെയേറെ സഹായിക്കുന്നുണ്ട്. ഇതിൽ കൊളാജിൻ എന്ന് പറഞ്ഞാല് നമ്മളുടെ ജോയിന്റ്സിന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കാനുള്ളതാണ് ഈ കൊളാജിൻ. അത് നമുക്ക് സൂപ്പൊക്കെ കഴിക്കുമ്പോൾ കിട്ടുന്നതാണ്. അപ്പൊ ആരാണ് സൂപ്പൊക്കെ കുടിക്കുന്നത്? അതൊരു ഹാപ്പി മോളിക്യൂൾസ് ഇതിൽ ധാരാളം അടക്കിയിട്ടുള്ളത്. ഈ ഹാപ്പി മോളിക്യൂൾസുകളിൽ ഇതിൽ ധാരാളം അടക്കിയിട്ടുള്ളത് ഒരു ഹാപ്പി മൂഡിലേക്ക് വരുന്നുണ്ട്. മെന്റൽ സ്ട്രെസ് കുറയുന്നുണ്ട്. ബ്രെയിനിൽ സെറോട്ടോൺ എന്ന് പറഞ്ഞ ഹോർമോൺസ് ഉത്പാദിപ്പിക്കുന്നുണ്ട്. ബ്രെയിനിൽ സെറോട്ടോൺ എന്ന് പറഞ്ഞ ഹോർമോൺസ് ഉത്പാദിപ്പിക്കുന്നുണ്ട്. ബ്രെയിനിൽ സെറോട്ടോൺ എന്ന് പറഞ്ഞ ഹോർമോൺസിന്റെ ഗുണം എന്താണ്? കാരണം സെറോട്ടോൺ ആണ് ഈ പരീക്ഷ പേടി മാറ്റുന്നത്. വിദ്യാർത്ഥികളിൽ ഉണ്ടാകുന്ന പരീക്ഷ പേടി മാറ്റാനുള്ള ഒരു ഹോർമോൺസ് ആണ് സെറോട്ടോൺ. ഈ വിദ്യാർത്ഥികളുടെ ഈ ഉൽപ്പന്നം കഴിക്കുന്ന എല്ലാവരിലും സെറോട്ടോൺ ഉപയോഗിക്കുന്നുണ്ട്. അതൊരു ഹാപ്പി മൂഡ് ഉണ്ടാക്കുന്നുണ്ട്. അവരുടെ മെന്റൽ സ്ട്രെസ് കുറക്കുന്നുണ്ട്. പരീക്ഷ പേടിയെയും ജീവിതത്തിൽ പല കാര്യങ്ങളും അഭിമുഖീകരിക്കുന്ന പേടിയെയും മാറ്റുന്നുണ്ട്. അപ്പൊ വിദ്യാർത്ഥികൾക്ക് വളരെ ഉത്തമമാണ്. മറ്റുള്ളവർ കഴിക്കുമ്പോൾ അവർക്ക് ജീവിതത്തിൽ വിജയം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഒരു പോസിറ്റീവ് മൂഡിലേക്ക് അവരുടെ ആ ഓരോ ദിവസങ്ങളെയും കൊണ്ടുവരേണ്ട അവർക്ക് സാധിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് വിദ്യാർത്ഥികൾക്ക് വളരെ അത്യാവശ്യമാണ് എന്ന് വിദ്യാർത്ഥികൾ കേൾക്കിയത് പറഞ്ഞു മനസ്സിലാക്കണം. പരീക്ഷ പേടി മാറ്റാനായിട്ട് സെറോട്ടോണിന് സാധിക്കുന്നുണ്ട്. അപ്പൊ അവർ പറയും ശരിയാണ്, സെറോട്ടോണിനെ കുറിച്ച് ഞാൻ പഠിച്ചതാണ്. പരീക്ഷ പേടി മാറ്റാനായിട്ട് സെറോട്ടോൺ നമ്മളുടെ ബ്രെയിനിൽ ഉത്പാദിപ്പിക്കണം. അത് എന്ത് കഴിക്കണമെന്ന് ഞാൻ വിചാരിച്ചിരിക്കണായിരുന്നു. അത് ഇത് കഴിക്കുകയാണെങ്കിൽ എന്റെ എന്റെ സ്ട്രെസ് കുറയുന്നുണ്ട്, എന്റെ ഐക്യ പവർ കൂടുന്നുണ്ട്, മാനസികമായിട്ട് എനിക്ക് ക്ലാരിറ്റി ഉണ്ടാകുന്നുണ്ട്, ഹാപ്പി ഹോർമോൺസ് എനിക്ക് ഉണ്ടാകുന്നുണ്ട്, സെറോട്ടോൺ എന്റെ പരീക്ഷ പേടി മാറ്റുന്നുണ്ട്, എനിക്കിത് ആവശ്യമായ ഒരു ഉൽപ്പന്നമാണ്. ഇതിൽ വൈറ്റമിൻ എ ഉണ്ട്. വൈറ്റമിൻ എ എന്ന് പറഞ്ഞാൽ കണ്ണിന്റെ ആരോഗ്യം. ഇപ്പൊ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും കണ്ണട വെച്ചല്ലേ, ചെറുപ്രായത്തിൽ കണ്ണട വെച്ച പിന്നെ അവരുടെ ജീവിതം പോക്കല്ലേ ചേട്ടാ. ശരീരത്തിലെ ഏറ്റവും നല്ല അവയവം കണ്ണടയല്ലേ. കണ്ണിന് ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ അവർക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിൽ വൈറ്റമിൻ എ ഉണ്ട്. ക്യാരറ്റിൽ വൈറ്റമിൻ എ ഉണ്ട്. പക്ഷെ ക്യാരറ്റിലെ വൈറ്റമിൻ എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആ എ പോയി, ചൂടാക്കിയാൽ ആ എ പോയി. അപ്പൊ ക്യാരറ്റിൽ നിന്നുള്ള വൈറ്റമിൻ എ നമുക്ക് കിട്ടുന്നില്ല. ഇവിടെ ക്യാരറ്റ് ഉള്ളതിനേക്കാളും 3 ഇരട്ടി വൈറ്റമിൻ എ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിന് കണ്ണിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നുണ്ട്, മുടിയുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നുണ്ട്, ത്വക്കിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നുണ്ട്.
ഒരു സ്കിൻ ഡിസീസ് ഉണ്ടാവില്ല, പട്ടുപോലെ മൃദുലമായിരിക്കും. ഈ സമയത്താണ് ത്വക്കിന്റെ ആരോഗ്യം ഏറ്റവും നല്ല രീതിയിൽ വരേണ്ടത്. ഇപ്പൊ വൈറ്റമിൻ എ സുലഭമായിട്ട് വൈറ്റമിൻ എ ഒരു കാരണവശാലും നഷ്ടപ്പെട്ടു പോകുന്നില്ല. പിന്നെ ഇതില് വൈറ്റമിൻ എ ആന്റി ഇൻഫ്ലമേറ്ററി ആണ്. ആന്റി ഇൻഫ്ലമേറ്ററി എന്ന് പറഞ്ഞാൽ ശരീരത്തിലുള്ള നീർക്കെട്ടുകൾ ഇല്ലാതാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതില് omega-3, omega-6, omega-7, omega-9 ഫാറ്റി ആസിഡുകൾ ഉണ്ട്. omega-3 നമ്മളെ തലച്ചോറിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നുണ്ട്, കരളിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നുണ്ട്, ജോയിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നുണ്ട്. അത് omega-6, omega-7, omega-9, omega-3 ഫാറ്റി ആസിഡ് ഉണ്ട്. തുടങ്ങിയുള്ള കുട്ടികൾക്ക് ഇത് വളരെ അത്യാവശ്യമാണ്. 10 വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് വളരെ അത്യാവശ്യമാണ്. 7ാം ക്ലാസ്, 8ാം ക്ലാസ്, 9ാം ക്ലാസ്, 10ാം ക്ലാസ്, +1, +2 പറഞ്ഞാല് 50 ലക്ഷം വിദ്യാർത്ഥികൾക്ക് മേലെയുണ്ട്. ഇതൊരു പ്രതിവിധിയാണ്. ഏതാണ്ട് 41 രോഗങ്ങൾക്ക് ഇതൊരു പ്രതിവിധിയാണ്. ക്യാൻസർ, ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ, വെരിക്കോസ് വെയിൻ, പൈൽസ്, അർഷസ്, തൈറോയ്ഡ്, കൊളസ്ട്രോള്, ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾ, സ്റ്റോൺ, സോറിയാസിസ്, അലർജി, നെഞ്ചരിച്ചല്, ഫാറ്റി ലിവർ, ദഹന പ്രശ്നങ്ങൾ, ആസ്മ, വന്ധ്യത, രക്തക്കുറവ്, മുലപ്പാൽ കുറവ്, ലൈംഗിക പ്രശ്നങ്ങൾ, യൂറിക് ആസിഡ്, ഇമ്മ്യൂണിറ്റി പവർ കുറവ്, ബ്ലഡ് പ്രഷർ, മലബന്ധം, അൾസർ, പിത്താശക്കല്ല്, മൈഗ്രെയിൻ, തലച്ചോറിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നുണ്ട്, ഹൃദയത്തിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നുണ്ട്, ലിവർ, കിഡ്നി, ആമാശയത്തിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നുണ്ട്. അടുത്തത് മോർ പവർ. മോർ പവറിനെ സംബന്ധിച്ചുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം ഇതൊക്കെ ആയുഷ് മന്ത്രാലയം അംഗീകരിച്ച പ്രൊഡക്റ്റ് ആണ്, പാറ്റന്റ് പ്രൊഡക്റ്റ് ആണ്, ക്ലിനിക്കൽ ടെസ്റ്റ് കഴിഞ്ഞതാണ്, ക്ലിനിക്കൽ പ്രൂവ്ഡ് ആണ്, കെമിക്കൽ ഒന്നും ചേർത്തിട്ടില്ല, നാച്ചുറൽ ആണ്, NABL ലാബറട്ടറി ടെസ്റ്റ് കഴിഞ്ഞതാണ്, പ്ലാന്റ് ബേസ്ഡ് പ്രൊഡക്റ്റ് ആണ്, 19 വർഷത്തെ റിസർച്ചിന് ശേഷം നിർമ്മിച്ച പ്രൊഡക്റ്റ് ആണ്, 100% നിയമാനുസൃതമാണ്, ആഗോള അംഗീകാരം കിട്ടിയ പ്രൊഡക്റ്റ് ആണ്, നിങ്ങളുടെ ഫാമിലിക്ക് 100% സുരക്ഷിതമാണ്, ശരീരത്തിൽ അധികമുള്ളതിനെ കുറക്കാനും കുറവുള്ളതിനെ പരിഹരിക്കാനും സാധിക്കുന്ന ഉൽപ്പന്നമാണ്. 40ൽ പരം അപൂർവമായ ഔഷധ സസ്യങ്ങളുടെ എക്സ്ട്രാക്ട് എടുത്ത് നിർമ്മിച്ചിട്ടുള്ളതാണ്. ഈ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുള്ള 40ൽ പരം ഔഷധ സസ്യങ്ങളുടെ സ്റ്റെം സെല്ല് എക്സ്ട്രാക്ട് എടുത്ത് നിർമ്മിച്ചിട്ടുള്ളതാണ്. അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത് ആയുർവേദ, യുനാനി, സിദ്ധ, ഹെർബൽ ചേരുവകൾ റിസർച്ച് ചെയ്ത് ഡെവലപ്പ് ചെയ്ത. അതാണ് അതിന്റെ പ്രത്യേകത. 3 വൈദ്യശാസ്ത്രം എന്തൊക്കെയാണ്? ആയുർവേദ, സിദ്ധ, യുനാനി. ആ വൈദ്യശാസ്ത്രങ്ങൾ റിസർച്ച് ചെയ്ത് ഡെവലപ്പ് ചെയ്താണ്. 11 വ്യവസ്ഥകളെ സംരക്ഷിക്കുന്നത്. ഇതിന് മറ്റൊരു വ്യത്യസ്തമായ ഗുണമാണ്. നമ്മുടെ ശരീരത്തിൽ 37.4 ലക്ഷം കോടി കോശങ്ങളുണ്ട്. ഈ കോശങ്ങൾ കൂടിച്ചേർന്ന ടിഷ്യൂസ് ഉണ്ട്. ടിഷ്യൂസ് കൂടിച്ചേർന്ന ഓർഗൻ പാർട്സ് ഉണ്ട്. ഓർഗൻ പാർട്സ് കൂടിച്ചേർന്ന വ്യവസ്ഥകളുണ്ട്. അങ്ങനെ 11 വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥകളെ സംരക്ഷിക്കാനായിട്ട്, പരിപൂർണമായിട്ട് സംരക്ഷിക്കാനായിട്ട് നമ്മളുടെ മോർ പവറിന് സാധിക്കുന്നുണ്ട്. അതാണ് മോർ പവറിന്റെ ഏറ്റവും വലിയ ഗുണം. എന്തൊക്കെയാണ്? ബ്ലഡ് സർക്കുലേഷൻ, ദഹന വ്യവസ്ഥ, ബാഹ്യഗ്രന്ഥി വ്യവസ്ഥ, പ്രതിരോധ വ്യവസ്ഥ, പേശി വ്യവസ്ഥ, അസ്ഥികുട വ്യവസ്ഥ, നാഡീവ്യൂഹ വ്യവസ്ഥ, മൂത്രാശയ വ്യവസ്ഥ, പുനരുത്പാദന വ്യവസ്ഥ, ശ്വാസകോശ വ്യവസ്ഥ. അപ്പൊ ഈ 11 വ്യവസ്ഥകൾ, ഇത് നിങ്ങൾ ഒരു വ്യവസ്ഥയുടെ കാര്യം മാത്രമേ ഞാനിവിടെ പറയുന്നുള്ളൂ. ഇതിൽ ഏറ്റവും നല്ല വ്യവസ്ഥ ഞാൻ മനസ്സിലാക്കിയത് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആണ്. ആ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം നമ്മളെ മാതാപിതാക്കളെ പെർഫെക്റ്റ് ആയതുകൊണ്ടല്ലേ നമുക്ക് ഈ ഭൂമിയിൽ ജനിക്കാൻ സാധിച്ചത്. ഈ മനോഹര തീരത്ത് ഇനിയൊരു ജന്മം കൂടി എന്ന് നമ്മൾ പാടാറില്ലേ? വയലാർ എഴുതി യേശുദാസ് പാടിയ പാട്ടം മലയാളികളുടെ നൊസ്റ്റാൾജിയാണ്. ഈ എനിക്ക് പാടാൻ അറിയാൻ പാടില്ല. ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി. അത് വെറുതെ കവിഭാവന മാത്രമാണ്. മരിച്ചുപോയവരാരും വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വന്നിട്ടില്ല. ഇവിടെ നമുക്ക് മനോഹരമായ ഒരു ജന്മം കിട്ടിയിട്ടുണ്ട്. ആ ജന്മം നമുക്ക് ആസ്വദിക്കണം. നമ്മളെ 11 വ്യവസ്ഥയിൽ ഏറ്റവും നല്ല സിസ്റ്റം റീപ്രൊഡക്റ്റീവ് സിസ്റ്റമാണ് ചേട്ടാ. ആ സിസ്റ്റത്തിനെ ഏറ്റവും കൂടുതൽ ബലപ്പെടുത്താനായിട്ട് മോർ പവർ സാധിക്കുന്നുണ്ട്. ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാട്ടെ. ഇതിൽ അടങ്ങിയിരിക്കുന്ന ഈ 41 അപൂർവമായ ഔഷധ സസ്യങ്ങൾ എക്സ്ട്രാക്ട് ചെയ്യാൻ പറയുന്നുണ്ടല്ല. അതിൽ ചില സസ്യങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം ഞാൻ പറയാം. ഇതിൽ ജിൻസിങ്, അത് ചൈനയിലും കൊറിയയിലുള്ള അപൂർവമായ ഒരു ഔഷധ സസ്യമാണ്. അതിൽ എക്സ്ട്രാക്ട് എടുത്തിട്ടുള്ളത്. ഇതിൽ ലോകത്തിന്റെ നാനാഭാഗത്തുള്ള ഏറ്റവും മികച്ച 41 അപൂർവമായ ഔഷധ ചേരുവകളുടെ എക്സ്ട്രാക്ട് എടുത്തിട്ടുള്ളത്. അതിലൊന്ന് ജിൻസിങ്. ജിൻസിങ്ങിന്റെ ഒരു പ്രത്യേകത പുരുഷന്മാർക്ക് ഉണ്ടാകുന്ന ഉദ്ധാരണ കുറവിനെ പരിഹരിക്കുന്നുണ്ട്. അതൊരു വലിയ പ്രശ്നമാണ് ഇപ്പൊ അത്. കാരണം പ്രത്യേകിച്ച് കേരളത്തിൽ 1 കോടിയോളം ഷുഗർ രോഗികളാണ് ഉള്ളത്. ഈ ഷുഗർ രോഗികളെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. എന്ന് പറഞ്ഞാല് ഞാനിപ്പോ പല മീറ്റിങ്ങിലും പറയുന്നത് അത് ഒരു അപാകതയല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് പരമമായ സത്യമാണ്. ഒരു സൈഡിൽ കത്ത് പിടിക്കും, ഒരു സൈഡിൽ തണുത്തിരും. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കാരണം ഷുഗറാണ് പ്രശ്നം. അപ്പൊ ആ ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നം തന്നെയാണ്. ആ പ്രശ്നത്തിന് ഇല്ലാതാക്കാനായിട്ട് മോർ പവറിന് സാധിക്കുന്നുണ്ട്. കാരണം ഇതിന്റെ ജിൻസിങ്ങിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ
പുരുഷന്മാരിൽ ഉണ്ടാകുന്ന ഉദ്ധാരണ കുറവിനെ പരിഹരിക്കാൻ സാധിക്കുന്നുണ്ട്. മറ്റൊന്ന് അശ്വഗന്ധയാണ്. നമ്മൾ അമിക്കരം എന്നൊക്കെ പറയും. പണ്ട് അമിക്കരം നമ്മൾ കാരണന്മാരൊക്കെ കഴിച്ചിരുന്നതാണ്. അമിക്കരം വേര് മേടിക്കും, അത് പാലിലിട്ട് പുഴുങ്ങി വറ്റിക്കും. അപ്പൊ ആ നെയ്യൊക്കെ അതുമ്പോൾ പിടിച്ചിട്ടുണ്ടാവും. എന്നിട്ട് വെയിലത്തിട്ട് ഉണങ്ങും, എന്നിട്ട് ഒരലിട്ട് ചതക്കും. അത് ചതഞ്ഞ് തന്നെ നടക്കുള്ളൂ, പൊടിയാവൂല. എത്ര ദിവസം ചതക്കണമെന്ന് അറിയാമോ? എന്നിട്ട് അരിപ്പുകൊണ്ട് അരിച്ചത് പൊടിയാക്കി പാലിൽ ചേർത്ത് കഴിക്കൂല പഴയ കാരണന്മാരൊക്കെ. അത് യുവാക്കൾക്കും കൊടുക്കുമായിരുന്നു, വിവാഹം കഴിക്കുന്ന യുവാക്കൾക്കും കൊടുക്കുമായിരുന്നു. അങ്ങനെയൊക്കെയാണ് ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളൊക്കെ ജനിച്ചത്. നമ്മളൊക്കെ ആരോഗ്യമുള്ളതായിട്ട് മാറിയതിന്റെ കാരണം അതാണ്. ഇന്നൊക്കെ അതൊക്കെ അന്യം നിന്ന് പോയി. അപ്പൊ അശ്വഗന്ധ ലൈംഗിക ശക്തിയെ വർദ്ധിപ്പിക്കാനുള്ള അപാരമായ ഒരു കഴിവുണ്ട്. അകർക്കാര കാമതാല്പര്യമുണ്ട്, കാമദേവനാണത്. കാമതാല്പര്യം ഉണ്ടാക്കുന്നുണ്ട്. ബ്രഹ്മൻ സഫേദ് അത് കാമതൃഷ്ണ ഉണ്ടാക്കുന്നുണ്ട്. കുഞ്ചുബീജ എന്ന് പറയുന്ന നായ്ക്കരണ പുരുഷന്മാരിലും സ്ത്രീകളിലും റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെ മെച്ചപ്പെടുത്തുന്നുണ്ട്. സ്പേം കൗണ്ട് കൂട്ടുന്നുണ്ട്. ഉദ്ധാരണ കുറവ് പരിഹരിക്കുന്നുണ്ട്. നാഡീവ്യവസ്ഥയെ സഹായിക്കുന്നുണ്ട്. ടെസ്റ്റോസ്റ്ററോൺ ഹോർമോൺസ് ഉത്പാദിപ്പിക്കുന്നുണ്ട്. ഈ ടെസ്റ്റോസ്റ്ററോൺ ഹോർമോൺസിന്റെ പ്രത്യേകത പുരുഷന്റെ പൗരുഷം വീണ്ടെടുക്കുന്ന ഹോർമോൺസ് ആണ്. ആ ഹോർമോൺസിനെ വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇതിൽ അടങ്ങിയിരിക്കുന്ന മറ്റൊന്നാണ് സഫേദ് മുസ്ലി. സഫേദ് മുസ്ലിയുടെ പ്രത്യേകത ലൈംഗിക ബലവും ശരീര ബലവും ഉണ്ടാക്കുന്നുണ്ട്. പ്രമേഹ രോഗികൾക്ക് ഇത് വളരെ പ്രധാന മരുന്നാണ്. പ്രമേഹ രോഗികളിൽ ലൈംഗിക ബലഹീനത ഇല്ലാതാക്കുന്നുണ്ട്. കേരളത്തിൽ 1 കോടിയോളം പ്രമേഹ രോഗികളുണ്ട്. ഉദ്ധാരണ കുറവിനെ പരിഹരിക്കുന്നുണ്ട്. ഇത് കിലോക്ക് 10,000 വരെയുള്ള അപൂർവമായ ഒരു ഔഷധമാണ്. ഈ സഫേദ് മുസ്ലിം നിന്നാണ് മുസ്ലിം പവർ എക്സ്ട്രാ ഉണ്ടാക്കിയത്. ആ മുസ്ലിം പവർ എക്സ്ട്രാ ഉണ്ടാക്കിയ നമ്മളുടെ എറണാകുളത്തുള്ള വൈറസ് ഹമീദ് കോടീശ്വരനായിട്ട് മാറി. ഇത് കൂടാണ്ട് സ്വർണഭസ്മം, രജിത ഭസ്മം, അല്ലെ, തങ്കഭസ്മം, രജിത ഭസ്മം. തങ്കഭസ്മം ഉണ്ടാക്കുന്നത് തങ്കത്തിൽ നിന്ന് ഉണ്ടാക്കുന്നത്. തങ്കത്തിന്റെ വില എന്താ? 0.2 ഗ്രാം സ്വർണ്ണം മനുഷ്യ ശരീരത്തിൽ ആവശ്യമുണ്ട്. ഏതാഹാരത്തിൽ നിന്നാണ് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് മോർ പവർലി തങ്കഭസ്മം ഉള്ളത്. തങ്കഭസ്മം സ്വർണ്ണഭസ്മം ഒന്ന് തന്നെയാണ്. പിന്നെ രജിത ഭസ്മം ഉണ്ട്. രജിത ഭസ്മം വെള്ളിയിൽ നിന്ന് തയ്യാറാക്കുകയാണ്. അത് വളരെ വില പിടിപ്പുള്ളതാണ്. ഇതിന്റെ വില വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ ചുരുങ്ങിയ റേറ്റ് നമുക്കിത് കിട്ടുന്നുണ്ട്. 2 ഗ്രാം മാത്രം കഴിച്ചാൽ മതി. നമ്മളെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെ ഇത് അമൂല്യമുള്ളതാക്കി മാറ്റുന്നുണ്ട്. അത് ഏറ്റവും വലിയൊരു സിസ്റ്റമാണ്. അതോടൊപ്പം തന്നെ 11 വ്യവസ്ഥകളെയും ക്രമീകരിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. കേരളത്തിന് ഇതിന്റെ സാധ്യത എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. 1 കോടി ഷുഗർ രോഗികളുണ്ട്. ഓക്കെ, അടുത്തത് ഗീർപശുവിന്റെ നെയ്യ്. ഞാൻ എത്ര പറഞ്ഞു? 3 പറഞ്ഞില്ലേ? 4ാമത്തോട് പറയുന്നു. 1 മണിക്കൂർ സമയം. ഇത് പഠിപ്പിക്കണമെന്നെങ്കിൽ 2.5 മണിക്കൂർ വേണ്ടി വരും. ഇത് വീണ്ടും വീണ്ടും പറഞ്ഞാലേ കാര്യങ്ങൾ നടക്കുള്ളൂ. ഒരുപക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതന്നെ പറഞ്ഞത് എനിക്ക് തോന്നണം. ഗീർപശുവിന്റെ നെയ്യ് മനോഹരമായ ഉൽപ്പന്നങ്ങളാണ് ഈ പറയുന്ന 4 ഉൽപ്പന്നങ്ങൾ. ഗീർപശുവിന്റെ നെയ്യ് അത് രുചിയുടെ പര്യായമാണ്. എന്താ രുചി എന്ന് അറിയാമോ? ഇതുണ്ട, ഗ്രീൻ ടീയിൽ ഗീർപശുവിന്റെ നെയ്യ് ഞാൻ കുടിച്ചോണ്ടിരിക്കുകയാണ്. ആസ്വദിച്ച് കുടിക്കണ്ട. കേട്ടാ, അറിയാതെ ചുണ്ടല് നാക്കൊന്നും വീണണ്ട. അത്രയും രുചിയാണ്, അത്രയും നല്ല മണമാണ്. ഇതിന്റെ ഗുണങ്ങൾ പറഞ്ഞാലുണ്ടല്ലോ അപ്പൊ തന്നെ അറിയാമെന്ന് പറയും. ഇതിൽ വൈറ്റമിൻ എ ഉണ്ട്. വൈറ്റമിൻ എയുടെ ഗുണം ഓയിലിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ എ ഉണ്ട്. ഈ ഓയിലിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ എയുടെ ഒരു പ്രത്യേകത എങ്ങനെയൊക്കെ പ്രോസസ് ചെയ്താലും നഷ്ടപ്പെട്ടു പോകില്ല. അതിന് കൂടുതൽ ഗുണമേന്മയുള്ള വൈറ്റമിൻ എ ആണ്. അത് കണ്ണിനും മുടിക്കും സ്കിന്നിനും ആരോഗ്യം ഉണ്ടാക്കുന്നുണ്ട്. വൈറ്റമിൻ ഇ ഉണ്ട്, കരളിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നുണ്ട്, ക്യാൻസർ വരാതിരിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഗീർപശുവിന്റെ നെയ്യ് കഴിക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം ക്യാൻസർ ഒരു കാരണവശാലും വരില്ല. വൈറ്റമിൻ കെ ഉണ്ട്, എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തെ സംരക്ഷിക്കുന്നുണ്ട്, ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുന്നുണ്ട്. ഇതിൽ ഫാറ്റി ആസിഡുകൾ ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. omega-3, omega-6, omega-9 ഫാറ്റി ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ജോയിന്റ്സിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നുണ്ട്, നീർക്കെട്ടുകൾ ഇല്ലാതാക്കുന്നുണ്ട്. ആന്റി ഇൻഫ്ലമേറ്ററി പ്രൊഡക്റ്റ് ആണിത്. നീർക്കെട്ടുകൾ ഇല്ലാതാക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്, കുടലിന്റെ ആരോഗ്യത്തെ സഹായിക്കുന്നുണ്ട്, മലബന്ധം ഒഴിവാക്കുന്നുണ്ട്. 1,00,000 കിലോമീറ്റർ നീളം വരുന്ന നമ്മളെ രക്തക്കുഴലുകളുടെ എലാസ്റ്റികത വർദ്ധിപ്പിക്കുന്നുണ്ട്. അത് കാരണം ഒരു കാരണവശാലും സ്ട്രോക്കും വരില്ല, അറ്റാക്കും വരില്ല. മലബന്ധം ഇല്ലാതാക്കുന്നുണ്ട്, വണ്ണം കൂട്ടാനും കുറക്കാനും സഹായിക്കുന്നുണ്ട്. ഇത് തനിച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗ്രീൻ ടീയിൽ മധുരമില്ലാതെ കഴിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ മധുരമില്ലാതെ കഴിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തനിച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ശരീരത്തിന്റെ ഭാരം കുറയുന്നുണ്ട്, അമിതമായ കൊഴുപ്പിനെ കത്തിച്ചളയുന്നുണ്ട്. മധുരം ചേർത്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ നെയ്യ് കഞ്ഞിയോടൊപ്പമോ അല്ലെങ്കിൽ കട്ടൻ ചായ, മധുരമുള്ള ചായയോടൊപ്പമോ അല്ലെങ്കിൽ പഞ്ചസാരയോ അല്ലെങ്കിൽ അളവിൽ പകുതി തേൻ ഉപയോഗിച്ചോ കഴിച്ചിട്ടുണ്ടെങ്കിൽ ശരീരം തടിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഉൽപ്പന്നത്തിന് തന്നെ 2 ഗുണമുണ്ട്. ചില വീടുകളിലെ പെൺകുട്ടികൾ വളരെ മെലിഞ്ഞതായിരിക്കും, അതുകൊണ്ട് അവർക്ക് വിവാഹാലോചനയൊന്നും ഉറക്കുന്നുണ്ടാവില്ല. കുറെ ഗീർപശുവിന്റെ നെയ്യ് കഞ്ഞിയിലിട്ട് കഴിച്ചാൽ മതി, മധുരം ചേർത്ത് കഴിച്ചാൽ മതി, തേൻ ചേർത്ത് കഴിച്ചാൽ മതി. അളവിൽ പകുതി
തേൻ ചേർത്ത് കഴിച്ചാൽ മതി. ഈ കുട്ടിക്ക് ഒരു 41 ദിവസം കഴിയുമ്പോൾ നല്ല തടി ഉണ്ടാവും, അല്ലെങ്കിൽ നല്ല അഴകുണ്ടാവും. ചില വീടുകളിലെ പെൺകുട്ടികൾക്ക് നല്ല തടി ഉണ്ടാവും, അതുകൊണ്ട് വിവാഹക്കാര്യമൊന്നും നടക്കുന്നില്ല. രാവിലെ ഉണർന്നിരിക്കുമ്പോൾ 1 സ്പൂൺ നെയ്യ് കഴിക്കാൻ പറയുക. ഈ ഗീർ പശുവിന്റെ നെയ്യുടെ പ്രത്യേകത, ഇന്ത്യയിലുള്ള എല്ലാ സിനിമ നടിമാരും രാവിലെ ഉണർന്നെഴുന്നേറ്റാൽ 5 ഗ്രാം ഗീർ പശുവിന്റെ നെയ്യ് വെറും വയറ്റിൽ കഴിക്കുന്നു. കാരണം അവരുടെ അഴകിന്റെ ആരോഗ്യം അതാണ്. പിന്നെ ഈ ഉൽപ്പന്നം എന്ത് നിങ്ങൾക്ക് ഉപയോഗിച്ചൂടെ? അപ്പൊ ആ ഗീർ പശുവിന്റെ നെയ്യുടെ കാര്യം പറയാം. omega-3, omega-6, omega-9 ഫാറ്റി ആസിഡ് ഉണ്ട്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയിൽ വൈറ്റമിൻ ബി ഉണ്ട്. ഈ വൈറ്റമിൻ ബി കുറഞ്ഞാൽ വിശപ്പില്ലായ്മയായിരിക്കും, വയറ് സ്തംഭിച്ചിരിക്കും, ക്ഷീണം ഉണ്ടാവും, മലബന്ധം ഉണ്ടാവും, മസിൽ വീക്കായിരിക്കും, ചുണ്ടിന്റെ സൈഡിൽ പൊട്ടലും കീറലും ഉണ്ടാവും, വരണ്ട ചർമ്മം ഇരിക്കും, കാലിന്റെ ഉപ്പുറ്റി ഇങ്ങനെ വിണ്ടുകീറിയിരിക്കും, വായ്പണ്ണുണ്ടാവും, വിഷാദമായിരിക്കുള്ളൂ, ഒരു സ്മാർട്ട്നെസ് ഉണ്ടാവില്ല, വിഷാദം അലസത ഉണ്ടാവും. അപ്പൊ ആ വൈറ്റമിൻ ബി ഉള്ളതുകൊണ്ട് ആ അസുഖങ്ങൾ ഇല്ലാതാക്കാൻ സാധിക്കുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും നല്ല പാലുൽപ്പന്നമാണ് ഗീർ പശുവിന്റെ പാലുൽപ്പന്നങ്ങൾ. അതിൽ ഏറ്റവും പാരമ്പര്യ രീതിയിൽ നിർമ്മിക്കുന്ന ഗീർ പശുവിന്റെ പാലുൽപ്പന്നത്തിന് നെയ്യാണ്